സോ യെസ്, അങ്ങനെ ഞാൻ പുതിയൊരു വീഡിയോ എത്തിയിരിക്കുകയാണ്. ബെറ്റിംഗ് ആപ്പിൻ്റെ പ്രൊമോഷൻ കഴിഞ്ഞപ്പോൾ ഇതാ പുതിയ ആൾക്കാർ പുതിയ ഒരു ആപ്പുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ ആപ്പ് നിങ്ങളെല്ലാവരും അഡ്വർടൈസ്മെൻറ്റും ഇതേപോലത്തെ പ്രൊമോഷൻസിലൂടെ ഒരുപാട് കണ്ടു കാണും. ഫ്രണ്ട് ആപ്പ്, അങ്ങനെയാണ് ആ ആപ്പിൻ്റെ പേര്. അത് ഒരുതരം ഡേറ്റിംഗ് ആപ്പ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഡീപ്പായിട്ട് അതിലോട്ട് ചെന്നാൽ അവിടെ ഡേറ്റിംഗ് ആപ്പ് മാത്രമല്ല അതിൻ്റെ അത് നടക്കുന്നത്. എന്തായാലും ജാസ്മിൻ ജാഫറിനെ പോലെ ഉള്ളവരൊക്കെ എന്തായാലും ഈ ആപ്പ് എടുത്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരിയുടെ അക്കൗണ്ടിൽ തന്നെ അതിൻ്റെ ലിങ്ക് വരെ കൊടുത്തിട്ടുണ്ട്. അത്രയ്ക്ക് ആത്മാർത്ഥതയാണ്. നേരത്തെ ഞാൻ ബെറ്റിംഗ് ആപ്പിൻ്റെ പ്രൊമോഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആത്മാർത്ഥത എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ആത്മാർത്ഥത. എന്തായാലും ജാസ്മിൻ ജാഫറിയുടെ വീഡിയോ നമുക്കൊന്ന് കാണാം. വായും കൂടെ കഴിച്ചു. എല്ലാം കുറച്ച് കുറച്ച് മാത്രം. എത്ര നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് തീരെ വിശപ്പില്ലാത്ത കൊച്ചെന്നല്ലേ? ഇനി അടുത്ത മനസ്സിൽ വിചാരിക്കുന്ന കാര്യം കൂടെ ഞാൻ പറയാം. അതിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. നമുക്കിങ്ങനെ ഫുഡ് ബോറടിച്ച് കഴിക്കുന്നതിന് കാര്യം നല്ലത് നമുക്ക് ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യാം. ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരുപാട് ഫ്രണ്ട്സിനെ കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഗ്രൂപ്പ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാൻ പറ്റും. ഗെയിംസ് കളിക്കാൻ പറ്റും സേഫ് ആയിട്ട്. പിന്നെ ഇതിനകത്ത് എല്ലാ റോസസും നമുക്ക് റിയൽ മണി ആയിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ലിങ്ക് വേണ്ടവർ ബയോയിൽ ചെക്ക് ചെയ്ത് നോക്കുക. അതിനകത്ത് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചു നിറഞ്ഞു. ഇനി സമാധാനമായി ഞാനൊന്ന് പോയി കിടന്നുറങ്ങട്ടെ. അത്രേ ഉള്ളൂ. കണ്ടില്ലേ, ഇതാണ് ആ വീഡിയോ. പുള്ളിക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാർ ഫുഡ് കഴിക്കുമ്പോൾ പോലും ആ ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, ആ ആപ്പിലൂടെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെയാണ് തള്ളി മറിക്കുന്നത്. പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ പ്രൊമോഷൻസാണ്. എന്തായാലും അടുത്ത ഒരു വീഡിയോയിലോട്ട് പോകാം നമുക്ക്. സംസാരിച്ചത് അത് ഞാൻ എന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഫ്രണ്ടിനോട് സംസാരിച്ചോണ്ടിരുന്നതാ. അതല്ലേ ഇപ്പം പ്ലേ സ്റ്റോറിലൊക്കെ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ആപ്പ്. അത് തന്നെയാ. ഈ ലൈറ്റ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരോട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റും. അത് കൂടാതെ ഈ ആപ്പ് യൂസ് ചെയ്യുന്ന ഗേൾസിന് ഗിഫ്റ്റ് കിട്ടും. അത് നമുക്ക് റിയൽ മണിയായിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. ഓപ്പോസിറ്റ് ജെൻഡറിലുള്ളവരോട് സംസാരിക്കാൻ കോൺഫിഡൻസ് ഇല്ലാത്തവർക്ക് ഈ ആപ്പ് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ കോൺഫിഡൻസ് കൂടും. അതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് അറിയോ? വോയിസ് കോൾ, വീഡിയോ കോൾ, അവതാർ ഇമേജസ്, പിന്നെ വോയിസ് വെരിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് 100% സേഫും ആണ്. കൊള്ളാലോ. നീ എന്റെ കോൺഫിഡൻസ് കൂട്ടിയതോടെ നിനക്ക് ആരുടെങ്കിലും കോൺഫിഡൻസ് കൂട്ടാൻ പറ്റും. ഞാൻ എന്തായാലും ഡൗൺലോഡ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിട്ടെ പ്ലേ സ്റ്റോറിൽ ജസ്റ്റ് ഫ്രണ്ട് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി, അപ്പൊ തന്നെ കിട്ടും. ഫ്രണ്ട് ആപ്പിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ. ഈ വീഡിയോയ്ക്കകത്തും നല്ല രീതിക്ക് പ്രൊമോഷൻ നടക്കുന്നുണ്ട് ഈ ആപ്പിന് വേണ്ടി. എത്ര രൂപ കിട്ടിയെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ പ്രൊമോഷനൊക്കെ. ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാൻ കാരണം അവസാനമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. പ്രൊമോഷനൊക്കെ നല്ലത് തന്നെയാണ്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, അവരുടെ അക്കൗണ്ട് കഷ്ടപ്പെട്ട് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടാക്കി അവർക്ക് പ്രൊമോഷൻ ചെയ്യാം, ഒരു കുഴപ്പമില്ല. ജെന്യുവനായിട്ടുള്ള സാധനങ്ങൾ ചെയ്യട്ടെ. ഇതൊരുമാതിരി ബെറ്റിംഗ് ആപ്പ് പോലെ തന്നെയാണ് ഇതും. ആളുകളെ കുഴി ചാടിക്കുന്ന ഒരു ആപ്പ്. വിഷ്ണു, ഞാൻ പുറത്തു പോയിട്ട് വരേ. ആൾക്കാരെ മീറ്റ് ചെയ്യുക, അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുക, ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. നെതർലൻഡ്സിലോട്ട് ഷിഫ്റ്റ് ചെയ്ത ഉടനെ ഇപ്പം എനിക്കിവിടെയുള്ള ഫാമിലിയെ ഞാൻ കണ്ടുപിടിച്ചതും ഓൺലൈൻ വഴി തന്നെയായിരുന്നു. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ആയിരുന്നു പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ ഞാൻ അന്ന് യൂസ് ചെയ്തിരുന്ന മീഡിയം. ഇന്ന് കാര്യങ്ങൾ കുറച്ചുകൂടെ സിമ്പിളാണ്. നല്ല ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് ഫ്രണ്ട് ആപ്പിലൂടെ കണ്ടെത്താം. പുതിയ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനും അവരോടൊപ്പം ഫൺ ആക്ടിവിറ്റീസ് ചെയ്യാനും ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാനും ഗെയിം കളിക്കാനും പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫ്രണ്ട് ആപ്പ്. പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വോയിസ് വെരിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് ഫേക്ക് പ്രൊഫൈൽസിന്റെ എണ്ണം കുറവാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് FRND ഫ്രണ്ട് സെർച്ച് ചെയ്യാം. ഒപ്പം ലിങ്ക് കമന്റ് സെക്ഷനിൽ പിൻഡാണ്. എപ്പോൾ ഞാൻ ആദ്യമായി ഒരാളെ മീറ്റ് ചെയ്യാൻ പോകുമ്പോഴും വിഷ്ണുവിനുള്ളൊരു സംശയമാണ്, ഇതൊക്കെ സേഫ് ആണോ എന്നുള്ളത്. ഇത് ഓൺലൈൻ അല്ല. നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഒരാളെ എങ്ങനെ മീറ്റ് ചെയ്യണമെങ്കിലും എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു വിവേക ബുദ്ധി, ഔചിത്യ ബുദ്ധിയൊക്കെ അനുസരിച്ചിരിക്കുമല്ലോ. അതെനിക്ക് ആശ്രയങ്ങളോട് കുഴപ്പമില്ല. അപ്പൊ ഞാൻ പോയിട്ട് വരാം. ബൈ. തനി മലയാളി എന്ന് പറയുന്ന പുള്ളിക്കാരി ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഈ പ്രൊമോട്ട് ചെയ്ത് ഇവരും മാത്രമല്ല, ഇഷ്ടം പോലെ ആൾക്കാർ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് ചുമ്മാ # ഫ്രണ്ട് ആപ്പ് എന്ന് അടിച്ച് നോക്കിയാൽ മതി. ഇഷ്ടം പോലെ ഇൻഫ്ലുവൻസേഴ്സ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിലവർ പറയുന്നുണ്ട്, അവർ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ഞാൻ ഈ ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യാറുണ്ട്, അതുവഴി പലരെയും ഞാൻ പരിചയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഈ 3 പേരല്ലേ ഇത് പ്രൊമോട്ട് ചെയ്ത എല്ലാവരുടെ അടുത്തും കൂടെയാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഒരു സ്ക്രീൻ ടൈം, അതായത് നിങ്ങൾ എത്ര സമയം ഈ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്, ഇതിൽ നിന്ന് എത്ര ജെന്യുവൻ ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഒരു ലിസ്റ്റ് പുറത്തു വിടാമോ? അവർ ഈ ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ പോലും ചെയ്തിട്ടുണ്ടാവില്ല. അഥവാ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഈ വീഡിയോയ്ക്ക് വേണ്ടി, പ്രൊമോഷന് വേണ്ടി, വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോഴും തന്നെ അവർ അൺഇൻസ്റ്റാളും ചെയ്ത് കാണും. അവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം പോലും ഇല്ല. ഇതിലൊക്കെ പെടാൻ പോകുന്നത് ബാക്കിയുള്ളവരാണ്. പ്രൊമോഷൻ ഞാൻ എല്ലാ വീഡിയോസിലും പറയുമ്പോൾ തന്നെ പ്രൊമോഷൻ ചെയ്തു, നല്ല നല്ല കാര്യങ്ങളെടുത്ത് പ്രൊമോട്ട് ചെയ്യും, ഒരു പ്രശ്നവുമില്ല. പൈസ വാങ്ങിച്ച് ചെയ്യും, ഒരു കുഴപ്പവുമില്ല. ഇതേപോലത്തെ ഉടായിപ്പ് സാധനങ്ങൾ എങ്ങനെയാണ് ഇവർക്കിത് പ്രൊമോട്ട് ചെയ്യാൻ തോന്നുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തോന്നുന്ന വേറൊന്നും കൊണ്ടല്ല, പൈസ എത്ര ലക്ഷം വാങ്ങിക്കാണും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവരുടെ ഫോളോവേഴ്സ് ലിസ്റ്റും നിങ്ങളൊന്ന് ലോജിക്കലി ചിന്തിച്ചാൽ മതി. അവരുടെ എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്നും അവർക്ക് എത്ര പൈസ വരെ കിട്ടാൻ സാധ്യത ഉണ്ടെന്നും ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. അതുകൊണ്ടാണ്
ഈ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം ഇങ്ങനത്തെ സാധനങ്ങളെടുത്ത് പ്രൊമോട്ട് ചെയ്യുന്നത്. ലൈഫ് സ്റ്റൈൽ ഡയറി ബൈ ശില്പ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ ഞാൻ ഒരു വീഡിയോ കണ്ടു. പുള്ളിക്കാരി ആപ്പൊക്കെ റിവ്യൂ ചെയ്യുന്ന ഒരു ചാനലാണെന്ന് തോന്നുന്നു. അതിൽ പുള്ളിക്കാരി ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ എന്തായാലും ആ വീഡിയോ പ്ലേ ചെയ്യാം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ കുറേ നാളായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമുക്ക് വീഡിയോയുടെ മുന്നിലോട്ട് വരാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. നിങ്ങൾ തമിഴിൽ വാച്ച് ചെയ്തിട്ടുണ്ടാവും. കറക്റ്റായിട്ട് പറഞ്ഞാൽ ഒരു പല ആളുകളും പല എന്താ പറയുക ഫേമസ് ആയിട്ടുള്ള ആളുകൾ വ്ളോഗേഴ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ നേരത്തെ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ പല ആളുകളും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ നിൽക്കുക. പ്രത്യേകിച്ച് ജെൻസ് യൂസ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇതൊരു ഡേറ്റിംഗ് ആപ്പായിട്ട് പല ആളുകളും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷനിൽ ജെൻസിന് പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഗേൾസ്, അതായത് നമ്മൾ ഫസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇതിൽ കയറുന്ന സമയത്ത് ഗേൾ ആണോ ബോയ് ആണോ എന്ന് അവർ ചോദിക്കും, ജെൻഡർ ചോദിക്കും. അപ്പം ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പേയ്മെൻ്റ് ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഇതിനകത്ത് ഈ ഗേൾസ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ സൗണ്ട് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ വെരിഫൈ ചെയ്ത് ഇവർ കയറി കഴിഞ്ഞാൽ ഇവർക്ക് ഇതേപോലെ ഓഡിയോ കോൾസോ വീഡിയോ കോൾസോ ചെയ്ത് പേയ്മെന്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതേസമയം ഈ ഒരു ആപ്ലിക്കേഷൻ ജെൻസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തിലേക്ക് പേയ്മെന്റ് ഇട്ടെങ്കിൽ മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ കുറേയധികം ഇതിനകത്ത് ഇട്ടെങ്കിൽ, അതായത് 100 രൂപ 200 രൂപ അങ്ങനെയൊക്കെ റീചാർജബിൾ ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ വെച്ച് നിങ്ങൾ പൈസ ഇട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടത്തുള്ളൂ. സോ ഇതിലൂടെ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ, ആളുകളെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് ജെൻഡറുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളുടെയും എന്താ പറയുക ഫാമിലീസിലൊക്കെ ഇഷ്യൂസ് ഉണ്ടാവാനും അതുപോലെ കുടുംബജീവിതം തകരാനും അതുപോലെ തന്നെ ഡേറ്റിങ്ങിലൊക്കെ ഏർപ്പെട്ടിട്ട് പല രീതിയിൽ ഫേക്കായിട്ടുള്ള കോഴ്സിലും അതേപോലെ ഫേക്കായിട്ടുള്ള അക്കൗണ്ട്സിലൊക്കെ കയറിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെൻറ്റ് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. അങ്ങനെ ഒരുപാട് പേർക്ക് പേയ്മെൻറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ പറഞ്ഞു കേട്ടല്ലോ, ആണുങ്ങൾക്ക് പൈസയുണ്ട്, പെണ്ണുങ്ങൾക്ക് ഫ്രീ ആണ്. പെണ്ണുങ്ങൾക്ക് ഫ്രീ മാത്രമല്ല, അവർക്ക് പൈസ ഇങ്ങോട്ട് ഏൺ ചെയ്യാനും പറ്റും. എങ്ങനെയാണ്? വീഡിയോ കോളും ഓഡിയോ കോളും വിളിച്ച്. ചുമ്മാ വീഡിയോ കോളും ഓഡിയോ കോളും വിളിച്ചാൽ മാത്രം അവർക്ക് പൈസ കൊടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനത്തെ ഒരു ആപ്പാണ്. ചുമ്മാ ഇരുന്ന് വീഡിയോ കോൾ വിളിച്ച് പൈസ ഉണ്ടാക്കാനാണെങ്കിൽ എല്ലാവർക്കും നാളെ മുതൽ ജോലിക്കൊന്നും പോകണ്ട, എല്ലാവരും അത് കുത്തിയിരുന്ന് വിളിച്ചാൽ പോരെ. ഇതൊരു ട്രാപ്പാണ്. നമ്മൾ അരി ആഹാരമല്ലേ കഴിക്കുന്ന, ഒന്ന് ചിന്തിച്ചാൽ മതി. ചുമ്മാ ആരെങ്കിലും സംസാരിക്കാൻ വേണ്ടി ചുമ്മാ പൈസ മുടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവസാനം ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ലാസ്റ്റ് വരെ വീഡിയോ കാണും. ഇതിനെപ്പറ്റി, അതായത് ഈ ഫ്രണ്ട് ആപ്പിനെ പറ്റി വിശദമായിട്ടൊരു വീഡിയോ അൻസൂസ് വേൾഡ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ പുള്ളിക്കാരി ഇട്ടിട്ടുണ്ട്. ആ വീഡിയോസിൽ കൃത്യമായി പറയുന്നുണ്ട്. കാരണം പുള്ളിക്കാരി ഇത് അറിയാൻ വേണ്ടി ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയ ആളായിരുന്നു. അതിൽ അവരുടെ എക്സ്പീരിയൻസ് എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട് അവർ. കാരണം ഇത് എന്താണ്, എന്തുകൊണ്ട് ക്രിയേറ്റ്? കാരണം എനിക്കും 2-3 കുഞ്ഞുങ്ങളുണ്ട്. അവർ ഫ്യൂച്ചറിൽ വളർന്നു വരുമ്പോൾ അവരിത് യൂസ് ചെയ്യുമ്പോൾ ഇതിന് പോസിറ്റീവ് സൈഡ് ആണോ അതോ നെഗറ്റീവ് സൈഡ് ആണോ ഇതിനുള്ളത് എന്ന് എനിക്ക് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തത് എന്ന് ഞാൻ അയാളോട് പറഞ്ഞു. സോ അറ്റ് ദാറ്റ് പർട്ടിക്കുലർ മൊമെന്റ് ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ മോളെ, ഈ ആപ്ലിക്കേഷൻ ഉള്ള കാര്യം ഞാൻ പറയാലോ, ഇത് നോർമലായിട്ട് ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര മോശമായ ഒരു ആപ്ലിക്കേഷനാണ്. ഇത് യൂസ് ചെയ്യാൻ പറ്റിയല്ല നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കൂടുതൽ സെക്സ് ആൻഡ് സെക്സ്വലി റിലേറ്റഡ് ആൻഡ് ഓപ്പൺ ടോക്സിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആപ്പാണ്. ഇപ്പം മനസ്സിലായോ? അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടല്ലോ, സെക്സിന് വേണ്ടിയാണ് ഈ ആപ്ലിക്കേഷനൊക്കെ ഉണ്ടാക്കി വിടുന്നത് തന്നെ. അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷനാണ് ഈ ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഒന്നും നോക്കില്ല, പൈസ കിട്ടുന്നു, എടുത്തു വെച്ചങ്ങ് പ്രൊമോട്ട് ചെയ്യുന്നു. ജസ്റ്റ് അതിലൊന്ന് ലോഗിൻ ചെയ്താൽ വരെ നിങ്ങൾക്ക് മനസ്സിലാവാവുന്നതേ ഉള്ളൂ അതിലെന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന്. ജസ്റ്റ് അതെങ്കിലും നോക്കാത്ത നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിനെ അല്ലെങ്കിൽ നിങ്ങളെ ഫോളോ ചെയ്യുന്നവരെ എന്തിനാണ് നിങ്ങൾ ഈ കുഴി ചാടിക്കാൻ നിൽക്കുന്നത്? അതിലെടുത്ത് പറയുന്നുണ്ട്, ലേഡീസിന് പേയ്മെൻ്റ് ഇല്ല, ആണുങ്ങൾക്കാണ് പേയ്മെൻ്റ് ഉള്ളത്. പേയ്മെൻറ്റ് അടച്ച് ഫ്രണ്ട്സ് ഉണ്ടാക്കേണ്ട ഗതികേടൊന്നും ഇവിടെ ഉള്ളവർക്കില്ലല്ലോ. എന്തായാലും അവരുടെ ഉദ്ദേശം വേറെ തന്നെയാണ്. അതതിൽ കൃത്യമായി പറയുന്നുമുണ്ട് എന്തിനു വേണ്ടിയാണ് ഈ ആപ്ലിക്കേഷൻ എന്ന്. ഇത് കേട്ടപ്പോൾ ശരിക്കും ഞാൻ വണ്ടടിച്ചു പോയി. കാരണം അതിന് അത്രമാത്രം ഹൈലി ഇതായിട്ടാണ് നമ്മുടെ ഫ്രണ്ട് ആപ്പ് ഇപ്പം കയറി വരുന്നത്. ആ ടൈമിലാണ് ഇങ്ങനെ ഒരു ഡ്രോബാക്ക് ഞാൻ കേട്ടത്. അത് കഴിഞ്ഞ് ഞാൻ ആ പുള്ളിയോട് തന്നെ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്കൊരു കാര്യം അറിയാമോ, ഇതിൻ്റെ അകത്ത് ഓഡിയോ കോളും ഉണ്ട് വീഡിയോ കോളും ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഓഡിയോ കോൾ ചെയ്യുമ്പോഴും എല്ലാവരും സംസാരിക്കുന്ന ഈ സെക്സ് റിലേറ്റഡ് കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നത്. അതുപോലെ വീഡിയോ കോളിലൊക്കെ വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ ചോദിച്ചു, ഇതിനകത്ത് നമ്മുടേതായ വേറെ ഇൻഫോർമേഷൻസ് ഒന്നും
ഷെയർ ചെയ്യാൻ പാടില്ല, അങ്ങനെ ഷെയർ ചെയ്താൽ ഇതാകും എന്നൊക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്യാം എന്നൊക്കെ ഒത്തിരി ഇതുണ്ടല്ലോ. അപ്പൊ എന്നോട് അവർ ചോദിച്ചൊരു കാര്യമാണ്, പുള്ളിക്കാരൻ പറഞ്ഞു തന്നൊരു കാര്യമാണ്, മോളെ ഇതിനൊരു പ്രത്യേകതയുണ്ട്, നമുക്ക് ടൈപ്പ് ചെയ്തോ മെസ്സേജ് അയച്ചോ നമുക്ക് ഒരു കാര്യങ്ങളും നമ്മുടെ ഇത് ഷെയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ ഫോൺ നമ്പർ ഞാൻ മോക്ക് തരുവാണ്. എൻ്റെ ഫോൺ നമ്പർ ഞാൻ പറഞ്ഞു, മോക്ക് ഒരു പേപ്പർ പേനായിട്ട് എഴുതിയെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറയുന്നത് എവിടെയെങ്കിലും ബ്രേക്ക് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാനൊരു പുള്ളി പറഞ്ഞത് നോക്കി, ശരിയാണ്, അത് ബ്രേക്ക് ആവുന്നില്ല, അത് സ്പ്ലിറ്റ് ആവുന്നില്ല, അത് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് ID, ഇൻസ്റ്റാഗ്രാം ID, എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമ്മുടെ ഒരു പേഴ്സൺ, നമ്മുടെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും നമുക്ക് ഇതിൽ കൂടെ ഷെയർ ചെയ്യാൻ പറ്റും. ഷെയർ ചെയ്യാൻ വെച്ചാൽ നമ്മൾ ഓഡിയോ കോളോ വീഡിയോ കോളോ ചെയ്യുമ്പോൾ നമുക്ക് ഇത് മുഴുവൻ പറഞ്ഞു കൊടുത്ത ഒരാൾക്കൊണ്ട് അപ്പത്തിരിക്കുന്ന ആൾ എഴുതിയെടുത്താൽ ഇത് എന്താ പറയുക, ഇതാവുന്നില്ല, ജമാവോ പ്രശ്നങ്ങളോ ഒന്നും ഇതിന് വരുന്നില്ല, എല്ലാവർക്കും ചെയ്യാം. അതുപോലെ ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അറൌണ്ട് ഒരു 25 അൺമാരിഡ് ആയിട്ടുള്ള ഗേൾസ് ആണ് ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത്. മാരിഡ് ആയിട്ടുള്ള ആൾ അധികം യൂസ് ചെയ്യുന്നില്ല. എന്നോട് എല്ലാവരും ഈ ഓഡിയോ കോൾ വരുന്നവർ ചോദിച്ചാൽ നിങ്ങളുടെ ഹസ്ബൻഡിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഈ ആപ്ലിക്കേഷൻ? കാരണം എനിക്ക് ഈ ആപ്ലിക്കേഷനെ പറ്റി കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഒന്നും അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിന് പ്രോബ്ലം ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞുള്ള എനിക്ക്, കാരണം എനിക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ അറിയണമായിരുന്നു. ബട്ട് ഇങ്ങനെയുള്ള ടോക്സിന് ഞാനും നിന്നും കൊടുക്കാറില്ല. അപ്പം നമ്മൾ മാറ്റി വിടുന്നു. ആരും ഇതിനെപ്പറ്റി ഞാൻ 2 ദിവസമായിട്ടുള്ള യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വെച്ചാൽ ആരും ഇതിലേക്ക് പറഞ്ഞു തരാൻ വരുന്നില്ല. ആരും അതിനുവേണ്ടി മുതലുള്ള എല്ലാവരും കട്ട് ചെയ്ത് വന്ന് പോവാം. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേനുമാണ് അങ്ങനെ ഒരാൾ പറഞ്ഞു, മോളെ ഞാൻ പറഞ്ഞു എനിക്ക് 2 കുഞ്ഞു പിള്ളേരുണ്ട്, അപ്പോൾ അവർ വളർന്നു വരുന്ന കാലത്ത് അതുങ്ങൾ ഇത് യൂസ് ചെയ്യുമ്പോൾ ഇതിൽ എന്തെങ്കിലും തെറ്റുകേട് ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതും ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നോക്കിയതും എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ആ മനുഷ്യനാണ് അവർ ആ വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യം പറയുന്നുണ്ട്. അത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് 20-25 ഇതിനിടയിൽ വരുന്ന അൺമാരീഡ് ആയിട്ടുള്ള ഗേൾസാണ് അത് കൂടുതലായിട്ട് ആ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. എന്തിനാണ്? പൈസ ഉണ്ടാക്കാൻ തന്നെയാണ്. അതിലെന്തോ അവർക്ക് റോസോ എന്തോ ഒരു സംഭവം കിട്ടും, അത് കൺവേർട്ട് ചെയ്ത് മണി ആക്കാമെന്നാണ് അതിൽ പറയപ്പെടുന്നത്. പിന്നെ അതിൽ പ്രൈവസിയുടെ കാര്യം, ഒരു തരത്തിലുള്ള പ്രൈവസിയും അവരതിൽ അഷ്യൂർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഈ ആപ്പ്, അതായത് ഡാറ്റിംഗ് ആപ്പ്, ഇഷ്ടംപോലെ ഡാറ്റിംഗ് ആപ്പുകളുണ്ട്. അത് യൂസ് ചെയ്യുന്നവർക്കറിയാം, അതിൽ നമ്പറോ കാര്യങ്ങളോ അയക്കുന്നുണ്ട്, അവർ വാണിംഗ് തരും, വാണിംഗ് എന്ന മെസ്സേജ് വരും. പക്ഷേ ഇതിൽ ഒരു തരത്തിലുള്ള അങ്ങനത്തെ ഒരു വാണിംഗും വരുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇത് 100% സേഫാണ്, ഇത് ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറയുന്ന തള്ളിവിടുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ, അവരതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, വോയിസ് റെക്കഗ്നൈസ്ഡ് ആണെന്ന്. വോയിസ് റെക്കഗ്നൈസ്ഡ് ആക്കുന്ന എന്തിനാണ്? അത് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രം. അതും എന്തിനാണ്? പേയ്മെൻറ്റ് അടയ്ക്കാൻ വേണ്ടിയാണ് അവരത് വെക്കുന്നത്. അല്ലാതെ അത് മറ്റേ ട്രസ്റ്റ് ഇഷ്യൂ വരാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കോ ഒന്നുമില്ല. അവരുടെ ബെനിഫിറ്റിന് വേണ്ടി അങ്ങനെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. അതിനെ ഇങ്ങനെ പൊക്കിപ്പിടിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇൻഫ്ലുവൻസേഴ്സ് ഇതിനെ തള്ളി അങ്ങ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന എല്ലാവരും ഒറ്റ ഉദ്ദേശത്തോടു കൂടി, പ്രത്യേകിച്ച് ആണുങ്ങൾ മാത്രമല്ല ഞാൻ പറയുന്നത്, പെണ്ണുങ്ങളും അതിലും പൈസ ഉണ്ടാക്കാതിരിക്കുന്നു. ആണുങ്ങൾ അത് കാണാൻ വേണ്ടി വരുന്നു. അതിൽ ഏജ് റെസ്ട്രിക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലെന്നാണ് തോന്നുന്നത്. കാരണം പുള്ളിക്കാരി ഇതിൽ പറയുന്നുണ്ട്, ഒരു 10ാം ക്ലാസ്സുകാരൻ്റെ സ്റ്റോറി ഇതിൽ പറയുന്നുണ്ട്. നിങ്ങളത് കേട്ടു നോക്കണം. ഇടയ്ക്ക് ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടീനെ ഒരു 10ാം ക്ലാസ്സുകാരൻ ഫോൺ ചെയ്തു. ഇതുപോലെ ഓഡിയോ കോളിൽ വന്നിട്ട് അവൻ സംസാരിച്ച രീതി, അവന്റെ ടോക്കിംഗ് ബിഹേവിയർ, അതാണ് ആ ചേട്ടൻ എടുത്തു പറഞ്ഞത്. ആ പെൺകുട്ടി പറയാണ്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാണ്, സെക്സിനെ പറ്റി പറയണത് കേട്ടിട്ട് എന്റെ തല തന്നെ ചേട്ടൻ മരിച്ചുപോയി. 10ൽ പഠിക്കുന്ന കൊച്ചാണ്, കേട്ടില്ല, അതിൽ 10ാം ക്ലാസ്സുകാരനാണ് അത്രയ്ക്കും ബാഡായിട്ട് സംസാരിച്ചതെന്നാണ് പറയുന്നത്. ഏജ് ചിലപ്പം ഫേക്ക് ചെയ്ത് കയറിയതാവാം, പക്ഷേ ഇത് പ്രൊമോട്ട് ചെയ്ത ആളുകളിലേക്ക് എത്തിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിനെപ്പറ്റി ഒരു പ്രൊമോഷൻ വരുമ്പോൾ അതിനെപ്പറ്റി സ്റ്റഡിയെങ്കിലും ചെയ്യും. ചുമ്മാ ഒരാൾക്ക് ഒരു ആപ്പ് അങ്ങ് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അത് എത്ര പേര് കാണുന്ന ഒരു വീഡിയോ ആണ്, എത്ര പേര്. അതുപോലെ തന്നെ വീട്ടിൽ നിന്നൊക്കെ മാറി നിന്ന് പഠിക്കുന്ന ഇഷ്ടം പോലെ കുട്ടികളുണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. അവരൊക്കെ പൈസയ്ക്ക് എന്തായാലും ആവശ്യം കാണും. അങ്ങനെയുള്ള ഒരാളുടെ മുമ്പിലോട്ടായിരിക്കും നിങ്ങൾ ഇങ്ങനത്തെ ഒരു ആപ്പ് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുന്നത്. വഴി തെറ്റാൻ ഇതൊക്കെ തന്നെ പോരെ. പ്രത്യേകിച്ച് കൊച്ചി, ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. അവിടെയൊക്കെ നൈറ്റ് ലൈഫ് പോലുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര കൂടുതലാണ് ബാക്കിയുള്ളവരുടെ അപേക്ഷിച്ച്. സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് പുറത്തു പോകണം, അടിച്ചു പൊളിച്ച് നടക്കണം, പോർഷായിട്ട് ജീവിക്കണം എന്നൊക്കെ മെൻറ്റാലിറ്റിയുള്ള കുറേ പേര് കാണും. അവരുടെ ഇടയിലോട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു ആപ്പ് എത്തിച്ചേരുന്നത്. അവരതിലോട്ട് സ്വാഭാവികമായിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യും, അത് യൂസ് ചെയ്യുകയും ചെയ്യും. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിനെപ്പറ്റി നല്ലപോലെ സ്റ്റഡി ചെയ്യുക. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പൈസ കിട്ടുമോ എന്നുള്ള ഒറ്റ ഫാക്ടർ കൊണ്ട് മാത്രം ഇങ്ങനെ ഇതിനെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. ഇങ്ങനെ ആളുകളെ കുഴി ചാടിക്കുന്ന ഒരു ആപ്പ് പ്രൊമോട്ട് ചെയ്ത് നിങ്ങൾക്ക് പൈസ കിട്ടിയിട്ട് അതിൽ നിന്ന് എന്ത് ഉപയോഗമാണുള്ളത്? നിങ്ങളെ വിശ്വസിച്ചായിരിക്കും നിങ്ങളെ ഫോളോ ചെയ്യുന്നത്. അവർ പല പ്രോഡക്റ്റ് നിങ്ങൾ റിവ്യൂ ചെയ്യുന്ന കണ്ടായിരിക്കും നിങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നത് തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ഫോളോവേഴ്സിനെ നിങ്ങൾ തന്നെ കുഴിയിൽ ചാടിക്കാതിരിക്കുക.